ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഥുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MED ലീഡ്സ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ലേണേഴ്സ് ചോദ്യാവലിയിലെ 6 ലെവൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ 7th ലെവലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: നിങ്ങൾ വാഹനമോടിക്കുമ്പോൾ ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈനിലേക്ക് ചുവട് വെച്ചാൽ ഓപ്ഷൻ എ, സ്റ്റോപ്പ് ലൈനിന് മുൻപ് വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ചു കടക്കുവാൻ അനുവദിക്കുക. ഓപ്ഷൻ ബി, സീബ്ര ലൈനിൽ വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ചു കടക്കുവാൻ അനുവദിക്കുക. ഓപ്ഷൻ സി, ഹോൺ മുഴക്കി വാഹനത്തിൻ്റെ വേഗത കൂട്ടി മുന്നോട്ട് പോകുക. ഓപ്ഷൻ ഡി, ഹെഡ് ലൈറ്റ് മിന്നിച്ച് മുന്നോട്ട് നീങ്ങുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സ്റ്റോപ്പ് ലൈന് മുമ്പ് വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ച് കടക്കുവാൻ അനുവദിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: റോഡിലെ ഇടവിട്ടുള്ള വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. ഓപ്ഷൻ ബി, സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടന്ന് ഓവർടേക്ക് ചെയ്യാം. ഓപ്ഷൻ സി, നിങ്ങൾക്ക് റോഡിൽ പ്രവേശിക്കുകയോ പുറത്തു പോകുകയോ ചെയ്യാം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിൻ്റെ മധ്യഭാഗത്ത് ഇടവിട്ട് മഞ്ഞ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. ഓപ്ഷൻ ബി, സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. ഓപ്ഷൻ സി, ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. ഓപ്ഷൻ ഡി, അത്യാവശ്യ ഘട്ടങ്ങളിൽ വരകൾ മുറിച്ചു കടന്ന് വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. നാലാമത്തെ ക്വസ്റ്റ്യൻ: റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. ഓപ്ഷൻ ബി, ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. ഓപ്ഷൻ സി, അത്യാവശ്യ ഘട്ടങ്ങളിൽ വരകൾ മുറിച്ചു കടന്ന് വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം. ഓപ്ഷൻ ഡി, സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ അനുവാദമില്ല. ഓപ്ഷൻ ബി, രണ്ട് വരകൾക്കിടയിലുള്ള മീഡിയനായി പരിഗണിക്കാം. ഓപ്ഷൻ സി, ഈ വരകൾ ഇരട്ട വിഭജന ലൈനുകളാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ആറാമത്തെ ക്വസ്റ്റ്യൻ: റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. ഓപ്ഷൻ ബി, സ്റ്റോപ്പ് ലൈൻ. ഓപ്ഷൻ സി, ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. ഓപ്ഷൻ ഡി, സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എഡ്ജ് ലൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ക്യാരേജ് വേയുടെ അരികിൽ അടയാളപ്പെടുത്തിയ ലൈൻ. ഓപ്ഷൻ ബി, എഡ്ജ് ലൈനുകൾ തുടർച്ചയായ വെള്ള അല്ലെങ്കിൽ മഞ്ഞ വരയാണ്. ഓപ്ഷൻ സി, നിങ്ങൾ ഏതിലെയാണ് പോകേണ്ടതെന്ന് അറിയാൻ എഡ്ജ് ലൈൻ നിങ്ങളെ സഹായിക്കുന്നു. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന റംബിൾ സ്ട്രിപ്പുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, റംബിൾ സ്ട്രിപ്പുകൾ ക്യാരേജ് വേയുടെ കുറുകെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന പ്രതലങ്ങളാണ്. ഓപ്ഷൻ ബി, റംബിൾ സ്ട്രിപ്പുകൾ വേഗത കുറയ്ക്കേണ്ടുന്ന മേഖലയാണ്. ഓപ്ഷൻ സി, റംബിൾ സ്ട്രിപ്പുകൾ മുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മുഴങ്ങുന്ന ശബ്ദത്തിനോടൊപ്പം വാഹനം വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിൻ്റെ അരികിലുള്ള തുടർച്ചയായ മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. ഓപ്ഷൻ ബി, നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. ഓപ്ഷൻ സി, നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ നിർത്താം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. പത്താമത്തെ ക്വസ്റ്റ്യൻ: ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിൻ്റെ മധ്യത്തിൽ ട്രാഫിക് ഐലൻഡ് അഥവാ മീഡിയൻ സ്ട്രിപ്പുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ട്രാഫിക് ഐലൻഡ് എന്നത് ഗതാഗതത്തിന് ദിശ കാണിക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തിയിരിക്കുന്ന റോഡിലെ ഉയർന്ന പ്രതലമാണ്.
ഓപ്ഷൻ ബി എതിർദിശയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ വേർതിരിക്കുന്ന ഭാഗമാണ് മീഡിയൻ സ്ട്രിപ്പ്. ഓപ്ഷൻ സി മീഡിയൻ സ്ട്രിപ്പ് പാർക്കിംഗ് ഏരിയ ആണെന്ന് ഒരു ബോർഡ് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മീഡിയൻ സ്ട്രിപ്പിൽ നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യരുത്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, റോഡിൻ്റെ അരികിലുള്ള സിഗ്സാഗ് വരകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി കാൽനട ക്രോസിങ്ങുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ്. ഓപ്ഷൻ സി അപകടകരമായ സാഹചര്യങ്ങൾ മുന്നിലുണ്ടെന്നുള്ളതിൻ്റെ സൂചന. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാരേജ് വേയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന യെല്ലോ ബോക്സ് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ മുന്നിലുള്ള എക്സിറ്റ് തടസ്സമില്ലെങ്കിൽ ഒരു യെല്ലോ ബോക്സിൽ പ്രവേശിക്കാം. ഓപ്ഷൻ ബി വാഹനത്തിൻ്റെ യെല്ലോ ബോക്സിൽ നിർത്താതെ കടന്നുപോകാൻ സാധിക്കുമെങ്കിൽ പ്രവേശിക്കാം. ഓപ്ഷൻ സി യെല്ലോ ബോക്സ് നിർത്തുന്നത് പിഴ ചുമത്താവുന്ന കുറ്റമാണ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ട്രാഫിക്കാണ് ചിത്രത്തിൽ കാണുന്നത്? ഓപ്ഷൻ എ 6 വരി ഗതാഗതം, ഓപ്ഷൻ ബി 4 വരി ഗതാഗതം, ഓപ്ഷൻ സി ഒറ്റ വരി ഗതാഗതം, ഓപ്ഷൻ ഡി ഇരട്ട വരി ഗതാഗതം. കറക്റ്റ് ആൻസർ ഡി ആണ്, ഇരട്ട വരി ഗതാഗതം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന തുടർച്ചയായ മഞ്ഞ വരയുടെ ഭാഗത്തുള്ള വാഹനങ്ങൾ. ഓപ്ഷൻ എ തുടർച്ചയായ മഞ്ഞവര മുറിച്ച് കടക്കാം. ഓപ്ഷൻ ബി തുടർച്ചയായ മഞ്ഞവര മുറിച്ച് കടക്കാൻ കഴിയില്ല. ഓപ്ഷൻ സി അത്യാവശ്യ ഘട്ടങ്ങളിൽ കടക്കാം. ഓപ്ഷൻ ഡി അത്യാവശ്യ ഘട്ടങ്ങളിൽ നിർത്താം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, തുടർച്ചയായ മഞ്ഞവര മുറിച്ച് കടക്കാൻ കഴിയില്ല. 15ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ നിങ്ങൾക്ക് ഈ റോഡിൽ യു ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ വര മുറിച്ച് കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നതിനാൽ മുന്നോട്ട് പോകുക. ഓപ്ഷൻ ബി കണ്ണാടിയിൽ നോക്കി സിഗ്നൽ നൽകി തിരിയുക. ഓപ്ഷൻ സി എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകുന്നതിനുള്ള സിഗ്നൽ കാണിച്ച് തിരിയുക. ഓപ്ഷൻ ഡി എതിർവശത്ത് നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കടന്നു പോകാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വര മുറിച്ച് കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നതിനാൽ മുന്നോട്ട് പോകുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പാതയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ റിയർ വ്യൂ മിററിലൂടെ സുരക്ഷിതമായ ഇടം പരിശോധിക്കുകയും സുരക്ഷിതമാണെങ്കിൽ പാത മാറ്റുകയും ചെയ്യുക. ഓപ്ഷൻ ബി നിങ്ങൾ പാത മാറ്റാൻ ഉദ്ദേശിക്കുന്നതിന് മുൻപ് ബ്ലൈൻഡ് സ്പോട്ട് പരിശോധിച്ച് ശരിയായ ടേൺ സിഗ്നൽ നൽകുക. ഓപ്ഷൻ സി സുരക്ഷിതമായ ഇടത്തിനായി 2 തവണ പരിശോധിക്കുകയും ശരിയായ സിഗ്നലിനൊപ്പം ലൈൻ ക്രമേണ മാറ്റുകയും ചെയ്യുക. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഏത് വാഹനത്തിന് വര മുറിച്ചു കടക്കാൻ കഴിയും? ഓപ്ഷൻ എ 2 കാറുകൾക്കും ജാഗ്രതയോടെ വര മുറിച്ചു കടക്കാൻ കഴിയും. ഓപ്ഷൻ ബി തുടർച്ചയായ മഞ്ഞ വരയുടെ ഭാഗത്തുള്ള മെറൂൺ കാറിന് ജാഗ്രതയോടെ വര മുറിച്ചു കടക്കാൻ കഴിയും. ഓപ്ഷൻ സി ഇടവിട്ട് മഞ്ഞ വരയുടെ ഭാഗത്തുള്ള വെളുത്ത കാറിന് ജാഗ്രതയോടെ വര മുറിച്ചു കടക്കാൻ കഴിയും. ഓപ്ഷൻ ഡി മഞ്ഞ വരയുള്ളതിനാൽ 2 കാറുകൾക്കും റോഡ് മുറിച്ചു കടക്കാൻ കഴിയില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇടവിട്ട് മഞ്ഞ വരയുള്ള വശത്തുള്ള വെളുത്ത കാറിന് ജാഗ്രതയോടെ വര മുറിച്ചു കടക്കാൻ കഴിയും. 18ാമത്തെ ക്വസ്റ്റ്യൻ, റോഡിന് കുറുകെ ഇടവിട്ടുള്ള ഇരട്ട വെള്ളവരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ വാഹനം നിർത്തി പ്രധാന റോഡിലെ വലത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഓപ്ഷൻ ബി പ്രധാന റോഡിലേക്ക് സ്വതന്ത്രമായി ഇരുദിശയിലേക്കും പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി വരകൾ മുറിച്ചു കടക്കരുത്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വാഹനം നിർത്തി പ്രധാന റോഡിലെ വലത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇടവിട്ട വരകൾക്കിടയിലുള്ള ഈ ദിശാചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഇടത്തോട്ട് തിരിഞ്ഞു പോകുക.
ഓപ്ഷൻ ബി ഇടത് ലൈനിലേക്ക് മടങ്ങാൻ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഓപ്ഷൻ സി വാഹനത്തെ മറികടക്കുന്നത് അനുവദനീയമായ പ്രദേശം. ഓപ്ഷൻ ഡി ഇടത് വശത്തു കൂടി മറികടക്കുന്നത് അനുവദിച്ചിരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇടത് ലൈനിലേക്ക് മടങ്ങാൻ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ. പരിമിതമായ കാഴ്ചയുള്ള ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഇരുവശവും നോക്കി പതുക്കെ നീങ്ങുക. ഓപ്ഷൻ ബി വലത് വശത്തേക്ക് നോക്കി പതുക്കെ നീങ്ങുക. ഓപ്ഷൻ സി വേഗത കൂട്ടി നീങ്ങുക. ഓപ്ഷൻ ഡി ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇരുവശവും നോക്കി പതുക്കെ നീങ്ങുക. അപ്പം നമ്മൾ ലേണേഴ്സ് ചോദ്യാവലിയിലെ ലെവൽ 7 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവുക. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ലേണേഴ്സ് ചോദ്യാവലിയിലെ ലെവൽ 7 കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ലെവൽ 8 നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.